കുറച്ച് ദൂരേക്ക് ബ്രൗണി കൊറിയർ ചെയ്ത് വിടാനുള്ള 2 മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. അത് കട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഫുള്ളി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അത് ക്ലിൻ റാപ്പ് ചെയ്യുക. നല്ല സേഫായിട്ട് ഫുള്ളി നല്ല നീറ്റായിട്ട് ക്ലിൻ റാപ്പ് ചെയ്തിട്ട് എയർ ടൈറ്റായിട്ട് ക്ലിൻ റാപ്പ് ചെയ്തിട്ട് അതൊരു സ്ക്വയർ ബോക്സ്, ഒരു 10 ഇഞ്ചിൻ്റെ ബോക്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോക്സിനകത്ത് അകത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് നീളത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് താഴെയും ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ താഴോട്ട് വെച്ചിട്ട് അതിങ്ങനെ മടക്കി അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഒരു ബ്രൗണി കൂടി വയ്ക്കാം. അങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്യുന്ന ബട്ടർ പേപ്പറിൽ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് അതോടുകൂടി ചേർത്ത് തന്നെ നമ്മുടെ ക്ലിൻ റാപ്പ് ഇട്ട് കവർ ചെയ്യും. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും ഉടഞ്ഞു പോകത്തുമില്ല. നല്ല ക്ലിയറായിട്ട് അങ്ങനെ തന്നെ സേഫായിട്ട് അതവിടെ സ്ഥലത്ത് എത്തിക്കോളും. ബട്ടർ പേപ്പറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും അനങ്ങത്തില്ല. അപ്പോൾ അതുപോലെ എടുത്ത് അകത്തോട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഫോം ഷീറ്റ് എന്നൊക്കെ പറയുന്നത്, ആ ഷീറ്റും വെച്ചിട്ട് അതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഒരു ബ്രൗണി കൂടി ഞാൻ ഇങ്ങനെ വെച്ചപ്പം കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എന്നിട്ട് 2 സൈഡിലും ഇങ്ങനെ അകത്തോട്ടൊക്കെ കയറ്റി എല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ സെലോ ടേപ്പ് എടുത്ത് 4 ഭാഗവും ഇങ്ങനെ റാപ്പ് ചെയ്ത് മൊത്തം സേഫായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു. ഇതായിരുന്നു ഞാൻ ചെയ്ത രണ്ടാമത്തെ രീതി. എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയത് രണ്ടാമത്തെ രീതിയാണ്. അതാകുമ്പോൾ ഒട്ടും അനങ്ങത്തുമില്ല, നല്ല സേഫായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.